അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഈസ്റ്ററിൻ്റെ തലേദിവസമാണ് കേട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയത് ചായ കുടിക്കാനാണ് കേട്ടോ. ഹോട്ടലിലേക്കാണ് പോണത്. പോയി അവിടെ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ശക്തൻ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടേക്കാണ് കേട്ടോ. പോർക്ക് മേടിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. അവർ കട്ട് ചെയ്ത് തരില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് വേഗം കട്ട് ചെയ്തൊക്കെ തന്നു കേട്ടോ. പിന്നെ ചിക്കനൊക്കെ വാങ്ങി പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൽ അവിടെ നല്ലൊരു ഷേക്ക് കട എല്ലാവർക്കും പരിചിതമായിരിക്കും. അവിടെ നിന്ന് നമ്മൾ മുന്തിരി ഷേക്ക് കുടിച്ചു കേട്ടോ. പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു തലേ ദിവസം തന്നെ നമുക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിറ്റേ ദിവസം ഞായറാഴ്ച ഈസ്റ്ററിന് അന്ന് നീ ഇങ്ങനെ എല്ലാം കൂടി നമുക്ക് പറ്റില്ലല്ലോ. വീട്ടിലത്തെ ക്ലീനിങ്ങും പിന്നെ കുക്കിങ്ങും കൂടി നമുക്ക് ഒരുമിച്ച് പറ്റാത്തതുകൊണ്ട് പേട്ടൻ എന്നെ അതായത് പോർക്ക് കഴുകാനും ചിക്കൻ കഴുകാനൊക്കെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസ് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം തൊലി കളയണം. അപ്പോൾ പോർക്ക് നല്ല നാളികേരകൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുക്കാനും ചിക്കൻ വറുത്തിട്ട് റോസ്റ്റ് ചെയ്യാനും പിന്നെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മേടിക്കണ ആ ഒരു ചിക്കൻ കടയിൽ നിന്ന് തന്നെ നമുക്ക് മസാല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നല്ലൊരു കോട്ടിങ്ങുള്ളൊരു മസാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചിക്കൻ 65 ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരേ പണി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമയം ഒരു 6-6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരേ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ ഹെൽപ്പ് ചെയ്യണതുകൊണ്ട് പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോർക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചു. ഇവിടെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ വേവ് കൂടി പോകുമെന്നൊക്കെ പേടിച്ചിട്ട് വേവ് കൂടുന്നത് ഏട്ടന് ഇഷ്ടമല്ല കേട്ടോ. ഒരു മീഡിയത്തിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏട്ടൻ തന്നെയാണ് വേവും കാര്യങ്ങളൊക്കെ നോക്കിയത്. അതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. അപ്പം അതും ഞാൻ അപ്പോൾ കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി ഹെവി ആയിട്ട് തോന്നില്ല കേട്ടോ. അപ്പം ഞാൻ കൈയോടെ അതൊക്കെ തന്നെ കഴുകി വെച്ചു. ചിക്കൻ വറുക്കാനിട്ടു. അപ്പോൾ ചിക്കനിൽ 65 ആകുമ്പോൾ പച്ചമുളകും പിന്നെന്താ ഈ വേപ്പിലൊക്കെ ഒന്ന് ഇടണത് നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ കൂടുതൽ പൈനാപ്പിളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും. അപ്പോൾ ഞാൻ വേഗം തന്നെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് ഏട്ടന് കൊടുത്തപ്പോൾ ഏട്ടൻ ജ്യൂസ് അടിച്ച് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും പാത്രങ്ങളായി ചടപടിയ പാത്രങ്ങളൊക്കെ വീണ്ടും ഞാൻ കഴുകിയിട്ടാ. ഫൈനലി കുറേ യുദ്ധത്തിന് ശേഷം നമ്മുടെ പോർക്കും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. വീട് മുഴുവനൊന്നും വീണ്ടും ക്ലീൻ ചെയ്തു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.